എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ടും വളരെ രുചികരമായിട്ടും കിവി കൊണ്ട് എങ്ങനെയാണ് ഒരു കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കിവി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം നമുക്കിത് മറ്റൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. നമുക്ക് മുഴുവൻ മിക്സും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതൊരു 1/2 കപ്പാണ്. ഇതിലൊരു 1/4 കപ്പും കൂടി നമുക്കെടുത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 250 ml കപ്പാണ്. മാവൊന്ന് നമുക്ക് അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ മാവ് കുറച്ച് കുറച്ചായിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മാവൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണേ. ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമുക്കിനി വീണ്ടും ഇതുപോലെ ബാക്കി മാവും കൂടി ഇതുപോലെ അരിച്ചൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലപോലെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഞാൻ മുഴുവൻ മാവ് ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം വേണമെന്ന് തോന്നണമെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ടൈപ്പ് ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓയിൽ മൊത്തത്തിലൊന്ന് തടവി കൊടുക്കാമേ. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് തട്ടി കൊടുക്കാമേ. അതിനകത്ത് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഷുഗർ സിറപ്പിൽ നമ്മുടെ കിവി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാൻ ഒന്ന് ഇറക്കി വയ്ക്കാം. ആദ്യം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കണേ. നമുക്കിനി വേവാനുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടൈമും കൂടെ വെച്ചിരിക്കാം. കിവി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാമേ. നല്ലപോലെ വെന്തിട്ടുണ്ട്.
നല്ല സോഫ്റ്റും ആണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. നമ്മളിത് കഴിക്കുമ്പോഴേ കിവിക്കകത്ത് സീഡില്ലേ, അതും കൂടി ഇതിനകത്ത് അരഞ്ഞു വരുന്നുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ അതും കൂടി ഇങ്ങനെ കടിക്കും കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ടത് കട്ട് ചെയ്ത് വന്നു. അത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? നിങ്ങൾക്ക് ഈ റെസിപ്പി വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.